ഇന്ന് തലസ്ഥാന നഗരിയിൽ വലിയൊരു പ്രതിഷേധ സമരമാണ് അരങ്ങേറിയത്. മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ ലാത്തി പോലും വലിച്ചൂരിക്കൊണ്ട് അവരുടെ ബാരിക്കേഡുകളെയൊക്കെ തകർത്തുകൊണ്ട് മുന്നും പിന്നും നോക്കാതെയുള്ള കനത്ത പ്രതിഷേധം. അവിടെ പോലീസിനെ തേങ്ങയ്ക്കടിക്കുന്ന പ്രതിഷേധക്കാരെയും നമുക്ക് കാണാം. അവിടെ തല ഉയർത്തി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ മാങ്കൂട്ടമാണ്. ഇത് പറയാൻ കാരണം ഈ പ്രതിഷേധത്തിന്റെ മുന്നിലുള്ളത് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ ആയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഇത്തവണ നിയമസഭയിലേക്ക് വന്നപ്പോൾ മാങ്കൂട്ടത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായി നിന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. മാങ്കൂട്ടം ലിഫ്റ്റ് കയറാൻ നിൽക്കുമ്പോൾ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ മാങ്കൂട്ടത്തിന്റെ ഒരു കൂട്ടാളിയായിരുന്നു ഉണ്ടായിരുന്ന ആ നേതാവ്. അതാണ് നേമം ഷജീർ. മാങ്കൂട്ടത്തിനോടൊപ്പം സഭ വരെ കൂടെ പോയ കാരണത്താൽ പെണ്ണുപിടിയന്റെ കൂട്ടാളിയെ കൂടി പുറത്താക്കണമെന്ന തരത്തിൽ ഫോട്ടോ വരെ പതിപ്പിച്ച നേമം ഷജീറാണ് ഇന്നിപ്പോൾ ശബരിമല വിഷയത്തിൽ ഈ സർക്കാരിനെതിരെ ശക്തമായ ഇടപെടൽ നടത്തുന്നത്. സത്യത്തിൽ തന്നെ പിടിച്ച് മൂലക്കിരുത്താൻ നോക്കിയവർക്ക് മുന്നിലേക്ക് തന്റെ കൂട്ടാളികളെ കൊണ്ട് കൊടി ഉയർത്തി സമരം നയിപ്പിക്കാൻ അടൂരിൽ നിന്നുകൊണ്ടാണെങ്കിലും മാങ്കൂട്ടത്തിന് സാധിക്കുന്നു എന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ വലിയ തിരിച്ചുവരവ് തന്നെയാണ്. എന്തായാലും പോലീസിനെ വിറപ്പിക്കുന്ന ആ രംഗങ്ങളൊന്ന് കാണാം. ഇവിടെ ശബരിമലയില് സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം കൃത്യമായി നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ഉത്തരവാദികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു പറയാനുള്ളത്, നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന പ്രിയപ്പെട്ട നടൻ ജയറാമിന്റെ വീട്ടിൽ ഉൾപ്പെടെ ആ വാതിൽപ്പടി കൊണ്ടുപോയി ദർശനം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ വളരെ നിഷ്കളങ്കമായി ജയറാം അത് അവതരിപ്പിച്ചെങ്കിലും അതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എങ്ങനെയാണ് ജയറാമിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഉറപ്പുള്ളതല്ലേ, അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ശബരിമലയിൽ നിന്നൊരു ഈച്ച പോലും അനുവാദമില്ലാതെ പുറത്ത് കടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ കവാടം തന്നെ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ നടത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നോക്കി നിൽക്കുന്നത്? അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം ജയറാമിനില്ലേ എന്നുള്ള ന്യായമായ ആശങ്കയാണ് ഞാനിവിടെ പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജയറാം ഇത്തരം തട്ടിപ്പുകാരുടെ കൂടെ നിന്നുകൊണ്ട് എത്ര നിഷ്കളങ്കമായി ഭക്തിയുടെ പേരിലാണെങ്കിലും നമുക്കറിയാം, ശബരിമലയിലെ ഏറ്റവും പരിപാവനമായ ആ വാതിൽപ്പടി വീട്ടിലെത്തിയിട്ട് എങ്ങനെയാണ് അത് വീട്ടിലെത്തുന്നത്? അത് സുതാര്യമായ നടപടിയാണോ? അതെല്ലാവരെയും അറിയിച്ചിട്ടാണോ? അങ്ങനെ ദേവസ്വം ബോർഡ് അറിയാതെ, അധികാരികൾ അറിയാതെ ഇങ്ങനെ ഒളിച്ച് കടത്തിക്കൊണ്ട് വീട്ടിലൊരു ദർശനം നടത്തുന്നത് ശരിയാണോ എന്ന് ജയറാം സ്വയം വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം. അത് നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായി കാണാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടത്തിയത് 8 കോടി രൂപ വരെ പിരിച്ചെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 8 കോടി രൂപ പിരിച്ചെടുത്തത് ഇതുപോലെ ദർശനങ്ങൾ നൽകാമെന്ന് ദേവസ്വം ബോർഡോ ഇതുപോലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന ന്യായമായ സംശയം യൂത്ത് കോൺഗ്രസിന് തോന്നുകയാണ്. ഈ പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് അടിയന്തരമായി ഈ 8 കോടി രൂപയുടെ പിരിവുമായി ബന്ധപ്പെട്ട് ആ സംഭാവന ചെയ്തവരുടെ പേരും അവരുടെ കാര്യങ്ങളും വ്യക്തമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുകയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.